ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു തട്ടുദോശ തയ്യാറാക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു തട്ടുദോശയാണ്. ചമ്മന്തിക്കൊപ്പം കഴിക്കാനും നമുക്ക് സാമ്പാറിനൊപ്പവും ചട്നിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തട്ടുദോശ. കടയിൽ കിട്ടുന്ന അതേ രുചിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നമുക്ക് 250 ml 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കത് കുതിർത്തിയിടാം. ഞാൻ രാവിലെയാണ് കുതിർത്തിയിടുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് അതും നമുക്ക് കുതിർത്തിയിടാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തിയെടുത്ത നമ്മുടെ പച്ചരിയും 1 കപ്പ് ചോറും അതും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഈ ഉഴുന്നും കുതിർത്തിയെടുത്തത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1/2 കപ്പ് ഒഴിച്ചിട്ട് വേണം ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ. മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ. ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് അരയുന്നതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആദ്യം അരച്ച് വെച്ച നമ്മുടെ അരച്ചതിലേക്ക് വേണം ഈ ഉഴുന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈവിടാതെ ഒരു 2-3 സെക്കൻഡ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വേണം ഇത് അടച്ച് വെക്കാം. നന്നായിട്ട് പൊന്തി വരും കേട്ടോ. നമ്മുടെ ഈ തട്ടുദോശ മാവ് കണ്ടില്ലേ, ഞാൻ നിർത്താതെ കുറേ നേരമായി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നു. എന്നിട്ടിത് അടച്ച് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ദോശ റെഡിയാക്കുന്നത്. തുറന്ന് വന്നപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മാവ് അല്ലാതെ വെള്ള ആയതിനാലാണ് ഇങ്ങനെ തെളിഞ്ഞ് കാണാത്തത്. നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ഈ മാവ്. കണ്ടില്ല, അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെന്ന് നോക്കുക. പാകത്തിന് പുളിയെല്ലാം വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ മാവിന്. ഇനി നമുക്കെന്താ ചെയ്യണ്ടേ, അടുപ്പിലേക്ക് ഒരു ദോശത്തവി വെച്ചു. ദോശത്തവി നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു കയ്യിൽ ദോശമാവ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ വേണം ഇതൊന്ന് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാൻ. ഇങ്ങനെ പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുത്താലാണ് തട്ടുദോശ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇഡ്ഡലി മാവിൻ്റെ കട്ടിയിൽ വേണം ദോശമാവ് നമുക്ക് അരച്ചെടുക്കാൻ. എന്നാലേ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ദോശ ചുട്ടതിന് ശേഷം നമുക്ക് മൊരിഞ്ഞ് വന്നാൽ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. വളരെ രുചികരമായ ഒരു തട്ടുദോശയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.